ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. എന്താണ് ആത്മീയത? ആത്മീയത എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. അതൊരു തപസ്യ. ആ നൃത്തസാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ആത്മാവുമായി ബന്ധപ്പെട്ട് അല്ല, അതെങ്ങനെയാണ് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുന്നത്? അതാണ് ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞു കൊടുത്തട്ടെ, ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾക്ക് പഞ്ചസാരേനെ ഇത് നിർവചിക്കാം. അതൊരു പറ്റും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അത് ആ പഞ്ചസാരേനെ പറ്റും. നക്കുമ്പോ അതിലൊരു മധുരം മധുരം വരുന്നത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും കൃത്യമായി നിർവചിക്കാൻ പറ്റും. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ആ മധുരം എങ്ങനെ ഇരിക്കുകയാണെന്ന് നിർവചിക്കാം. ഇല്ല, നിർവചിക്കാൻ പറ്റില്ല. അത് ഒരു അനുഭവമാണ്. അതാണോ ആത്മീയത? എന്താ ഉറക്കം വരുന്നു? അതാണോ ആത്മീയത? പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണോ ആത്മീയത? നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പം സ്പേസിലേക്ക് പോകുന്ന റോക്കറ്റും ശിവകാശി കാണുന്ന വാണവും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? ആ വാണത്തെ കണ്ടിട്ട് റോക്കറ്റാന്ന് പറയുന്ന പോലെയാണ്. പറഞ്ഞുതരാം. വാണവും റോക്കറ്റും നേരത്തെ പറഞ്ഞ വിമാനം ഇപ്പൊ സെറ്റാക്കി. ഞാൻ ഒരു ചായ കുടിച്ചിട്ടില്ല. ഒരു അസുഖം, എന്റെ മരണം, തീയതി, സമയം ഇപ്പൊ നിങ്ങൾ പ്രവചിക്കുക. ആളുകൾ മൊത്തം കേൾക്കുകയാണ്. നിങ്ങളുടെ ആത്മീയത എന്ന് പറയുന്നത് ആഴം അറിയണമെങ്കിൽ ഇതിപ്പോ പ്രവചിക്കൂ. അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഇപ്പൊ പ്രവചിക്കൂ, ഞാൻ റെഡിയാ. പ്രവചിക്കല്ല, രണ്ടും തരികയാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എല്ലാ സ്വാമിമാരും ഉത്തരം മുട്ടുമ്പോൾ ആസാമിമാരാകും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ജനങ്ങളുടെ ദൈന്യതയെ ചൂഷണം ചെയ്ത് മൃഷ്ടാന്നം ഭക്ഷിക്കുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന കുറെ ആളുകള് നമ്മളെയാണല്ലോ മച്ചമ്പി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹത്തെ വിശ്വസിച്ച ഒരു പെണ്ണിനെ അദ്ദേഹം സംരക്ഷിക്കാതെ അദ്ദേഹം അത് മോഹിപ്പിച്ച് പറ്റിച്ചതിന് അതും വഞ്ചനയല്ലേ എന്ന് ചോദിക്കും. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ലിയാഖത്തിന്റെ ഭാര്യ കൂടെ വന്നിട്ടില്ലേ? എന്റെ ഭാര്യ ഇതായിരിക്കുന്നു. എന്താ പേര്? ഷിജി. എവിടെയാ വീട്? ഞാൻ പ്രേമിച്ച ആളായിരിക്കുന്നു. പാലക്കാട്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുട്ടമാ. ഞാൻ ഒരാളെ പ്രേമിച്ചു വഞ്ചിച്ചു എന്ന് ഈ ഹിമവൽ ഭദ്രാനന്ദ ആ വ്യക്തിയുടെ പേരോ നാളോ ആ പേരോ നാളോ ഇവിടെ വെച്ചാൽ ഞാൻ നാളെ മുതൽ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിന് പാദസേവ ചെയ്ത അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. നമ്പൂരിശാ, നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരത്തി വെച്ചൊന്ന് നോക്കി. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.